അപ്പോൾ ദക്ഷിണ കൊറിയ ജയിക്കുന്നു, പിന്നീട് ഖത്തർ സമനില നേടുന്നു, ഓസ്ട്രേലിയ വിജയിക്കുന്നു, ഇപ്പോഴിതാ ജപ്പാൻ സമനില നേടുന്നു. അതും നെതർലൻഡ്സിനെ പോലെയുള്ള ഡച്ച് പട ആ ഓറഞ്ച് അലേർട്ടിനെ ഒന്നും ഭയക്കാതെ കൊണ്ട് ജപ്പാന്റെ സമുറായികൾ അവരുടെ പോരാട്ട വീര്യം കാണിക്കുന്നു. അവരുടെ ഉയരക്കുറവിനെയൊക്കെ മുതലെടുക്കാം എന്നതായിരുന്നു നെതർലൻഡ്സ് കരുതിയത്. പക്ഷേ അവരുടെ ജപ്പാന്റെ രണ്ടാമത്തെ ഗോൾ അതൊരു ഹെഡറിലൂടെ വന്നു എന്നുള്ളതാണ്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. പിന്നീട് രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ വാൻ ഡേക്ക് നെതർലൻഡ്സിന്റെ ഡച്ച് പടയുടെ നായകൻ അവരുടെ ഗോൾ നേടുന്നു. പിന്നീട് നഗാമുറ ഗോൾ മടക്കുകയാണ്. വീണ്ടും നെതർലൻഡ്സ് മുന്നിലെത്തുന്നു. ഹോളണ്ട് 2-1 മുന്നിലെത്തുന്നു. അവിടെ കമാറയുടെ ഗോൾ അവിടെയാണ് 88-ാം മിനിറ്റിൽ. അവസാനത്തെ ഒരു 20 മിനിറ്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇവരുടെ പ്രതിരോധം, നെതർലൻഡ്സിന്റെ പ്രതിരോധം കുറച്ച് പാളിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ജപ്പാൻ പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, അവർ തോൽക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പരമാവധി അവർ അവസാന നിമിഷം വരെ പൊരുതിക്കൊണ്ടേയിരിക്കും. അവരുടെ ഉയരക്കുറവും കാര്യങ്ങളൊന്നും അവർക്കൊരു വിഷയമേ അല്ല. അതുമാത്രമല്ല, കളി കഴിഞ്ഞതിന് ശേഷവും അവർ ഹൃദയം കീഴടക്കുന്ന കാഴ്ച എപ്പോഴും കണ്ടതാണ്. ആ ഗാലറി മുഴുവൻ വൃത്തിയാക്കി, എപ്പോഴും അങ്ങനെയാണ്, എല്ലാ ലോകകപ്പുകളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ലോകത്തിന് മാതൃകയായ ഒരു സംഘം. ഏഷ്യൻ ടീമുകൾ 4 ടീമുകൾ ഇതുവരെ കളത്തിലിറങ്ങി, 4 ടീമും ഇതുവരെ പരാജയം അറിഞ്ഞു. ഇന്നലത്തെ ആ ഹെഡർ ഗോൾ തന്നെയാണ് എന്റെ ഈ കണ്ട ഗോളുകളിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയണം. തീർച്ചയായും ഒരുപാട് വരാനുണ്ട്. എഴുതി തള്ളണ്ട ജപ്പാനെ. മറ്റന്നാൾ അർജന്റീനയുടെ മത്സരമുണ്ട്. ഏതായാലും അതും ആവേശപ്പോരാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ താങ്ക് യു വിനേഷ്. നമുക്ക് കൂടുതൽ കളി വിശകലനവുമായി വീണ്ടും എത്താം.